Yo guys, welcome to family. നമ്മുടെ സലാഡ് ആണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഗൈസ്. യോ ഗൈസ്, അപ്പൊ ഞാനപ്പോ തിരിച്ച് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്റെ വെക്കേഷൻ, സമ്മർ വെക്കേഷൻ തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ എന്റെ ബർത്ത്ഡേ കഴിഞ്ഞു. ബർത്ത്ഡേ ആദ്യമായിട്ട് ഇവരോടൊപ്പം അല്ലാത്തൊരു ബർത്ത്ഡേ ഈ വട്ടത്തെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോ അതിന്റെ ഭാഗമായി പുന്റെ അവിടെ സംതിങ് കുക്കിങ്ങിലാണ്. മറ്റേ ടെൻഡർ നാട്ടിൽ അത്യാവശ്യം നിങ്ങൾ ഇതുവരെ കണ്ട ഞാനല്ല ഞാൻ, ഇപ്പൊ കാണുന്ന ആളാണ് ഞാൻ. അപ്പഴ മുഖത്ത് ഫുള്ള് നീര് വന്നിട്ടുണ്ട്. എന്താ സംഭവം അറിയില്ല, ഉള്ളിന്ന് നീര് വന്നതാണ്. അതെ, അപ്പൊ പുന്നവിടെ ഫുള്ള് കുക്കിങ്ങിലാണ്. അപ്പൂസിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് പപ്പ അമ്മച്ചിണ്ട് ഇവിടെ, പപ്പ ഉണ്ട്. ആദീസിന്റെ ടോയ്സ് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. പപ്പ വി ഡി സതീശന്റെ ന്യൂസ് കണ്ടോണ്ടിരിക്കുന്നു. ആഹ്ലാദിപ്പിൻ അങ്ങനെ കഴിഞ്ഞുപോയ ആദ്യത്തെ ഞങ്ങളുടെ സൽപുത്രൻ കൂടെ ഇല്ലാതിരുന്ന പക്ഷെ അവൻ അവന്റെ രീതിയിൽ അവിടെ ആഘോഷിച്ച് തകർത്തു. പക്ഷെ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ. ഞങ്ങൾ അവന്റെ ബർത്ത്ഡേക്ക് വേണ്ടിട്ട് പായസം മേടിച്ചു വെച്ചായിരുന്നു. സാധാരണ നമ്മൾ ഉണ്ടാക്കണേതാ പാലട. ഇത് കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇനി ഇതൊക്കെ ചൂടാറി തണുത്ത് വേണ്ട, ചൂടോട് കൂടി കുടിക്കുകയും ചെയ്യാം. ഫ്രിഡ്ജിൽ വെക്കണം, അപ്പോഴാണ് രസം. അപ്പൊ ബർത്ത്ഡേ ഞങ്ങളെ കൂടെ ഇല്ലാതിരുന്ന ഒരു ബർത്ത്ഡേ ആദ്യത്തെ. അതെ, ആദ്യം ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഓറഞ്ച് കളർ ബർത്ത്ഡേ അയ്യം പപ്പ പപ്പ കഴിഞ്ഞു പോയി. എന്നാലും എന്റെ മോന് ഉമ്മ കൊടുക്കും. ബർത്ത്ഡേ വിഷസ്. അച്ചാറ് കംഫർട്ടബിൾ അല്ലേ? അറ്റാക്ക് മോഡായി. വേണ്ട കരയിട കരയും കടിക്കാണോ മോദി കൈവേനെടുത്തു. ഇതാണ് ഇന്നാണ് നടനെ എണീക്കുക. മറ്റേതില് ചിമ്പ പറയട്ടെ. മതി തലടിക്കുന്ന തല. ഞാൻ വിട്ടു ഫുള്ള് ഇട്ടിയനാള് ഇപ്പൊ. ലാസ്റ്റ് അറ്റം അപ്പോ എങ്ങനെയുണ്ട് നമ്മുടെ സൂമിൻ പൊള്ളിയുണ്ട്. നമ്മുടെ ഷോപ്പ് അപ്പൂസ് വന്നിട്ട് ഇന്നലെയാണ് പോയി കണ്ടേ അല്ലേ? ഇന്നലല്ല പിറ്റേ ദിവസം ഇവര് തിരിച്ചെത്തിയത്. അപ്പൊ നമ്മൾ പോയി. അപ്പോ അവിടെ ഫുൾ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ ചാനൽ പിടിപ്പിക്കല് അല്ല പാനല അത് ഇന്നലെ അതൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ ചെയ്തു. കുറച്ച് ആഡൊക്കെ നമ്മളവിടെ എടുത്തിട്ടുണ്ട്. സ്റ്റേറ്റും വരുന്നുണ്ട്.
അല്ല സോറി, നമ്മൾ ഇത് ഇടുമ്പോഴേക്കും അത് കിട്ടുന്നുണ്ടാവും. സോറി, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോ അതങ്ങനെ നമ്മളെ സൂമിൻ കണ്ടു. സൂപ്പർ കടയുണ്ട് എല്ലായിടത്തും. ചിമ്പു അത് അവിടെ അങ്ങനെ. അപ്പൊ ഇന്ന് ഈ മാസം ഫുള്ള് അപ്പൂസ് പറഞ്ഞ വരെ ഞങ്ങള് ഇതിന്റെ സൂമിന്റെ പിന്നാലെ ഫുള്ള് ഇവിടെ ഉണ്ടായിരുന്നേ ഇല്ല. ഞങ്ങൾ ഇവിടെ നിക്കണേ ഉണ്ടാവുന്നില്ല. പോയാണ്. അപ്പൊ ഈ ഡാവിനും കൊണ്ട് സൂമിലേക്ക് പോയി കഴിഞ്ഞാ സൂമിൻ തിരിച്ചിടും. അപ്പൊ മോട്ടനെ കൊണ്ടില്ലേ. അപ്പൊ ഞങ്ങളെല്ലാരും പൊന്നും ഇല്ലാത്തപ്പോ അഡിഷനെ പപ്പി അമ്മച്ചിനെ നോക്കാറ്. ഫുള്ളല്ല മാറ്റി. എങ്ങനെയായിരുന്നു പപ്പ ആഡിസിനെ നോക്കുമ്പോ? ആദിസിനെ പോണ സമയത്ത് ഒരിടി വയറുമ്പോ നാട്ടൊക്കെ പൊളിഞ്ഞു. എവിടെ പോള് പപ്പടക്ക് കിളി മാറിട്ടിരിക്കണ അതിനടുത്തിരിക്കുമ്പോ ഓരേറെ എവിടുന്ന് വരുന്നത് അറിയാം. അത് മാമു നമ്പർ അത് ഓർമ്മപ്പെടുത്തും. പപ്പയുടെ കൂടെ കിടന്നിട്ട് ഒരുപാട് സംസാരിച്ചു തുടങ്ങി. നല്ല സെന്റൻസുകളും പറയാനറിയും. അതെ, ഇന്ന് കാലത്ത് ഞാൻ കിടന്നു നേരത്ത് ഇന്ന് പുലർത്തി ഞങ്ങള് 5 മണി 6 മണി ആയപ്പോഴാണ് ഷോപ്പിൽ നിന്ന് വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ കിടന്നു തുടങ്ങിയിട്ട് ഇപ്പം കാലത്ത് നേരത്തെ എണിച്ചു 7 8 മണിയായപ്പോ വന്നിട്ട് എനിക്ക് കഷ്ടം എന്നോട് കഷ്ടം കഷ്ടം. ആടിച്ചിന് ഗിഫ്റ്റാ. ബോൾ കളിക്കാൻ മൂടില്ല. ചിമ്പു ചിമ്പു ഇവിടെ സ്കൂള് പൂട്ടിലായി. ഇപ്പൊ എല്ലാവർക്കും സ്കൂള് പൂട്ടിലായി. കണ്ണുമ്പോ ചോര വരുന്ന അത് ചാർലും ചിമ്പു തമ്മിലാണ് ഒന്ന് കടിപിടി കൂടിയില്ല. മാറുന്നോ? തല കടിച്ച് പൊളിക്കാവൻ. മമ്മി കുടിച്ചിട്ടില്ല ചൂടായിട്ട്. കണ്ണ് കടിക്കുന്നുണ്ട് മമ്മി. സൂപ്പറായില്ലേ പാപ്പ? പായസം ചൂടാറ്റം കൊണ്ട് തന്നതാള് ഒരു സ്പൂണിൽ പാതി പോയിട്ട് അവിടെ ഫ്രിഡ്ജിൽ വെച്ചാൽ ശരിക്കും കഴിക്കുക തണുത്തതിന് ശേഷം. ഒന്നുകൊണ്ട് പഠിക്കേണ്ട കാര്യം മറ്റുള്ളവരെ കണ്ണില് വല്ലതും പോയി കഴിഞ്ഞാൽ കരട് പോയതാണോ ചോദിക്കും. നമ്മുടെ കണ്ണില് പോയി കഴിഞ്ഞാൽ അറിയില്ലല്ലോ. പറഞ്ഞതാണ് പപ്പയ്ക്ക് പേടി വന്ന ആദ്യം കയ്യിലിട്ട് ഊളൊക്കെ വെച്ചിട്ടടിക്കും. ബാക്കിന് പോയില്ലേ ഇന്നലെ പപ്പ വഴിക്ക് പോയിട്ട്
കട്ടിലിന്റെ പുറകിൽ വന്നിട്ട് ബാക്കിൽ ഇഷ്ടം കൊണ്ട് രണ്ട് കാല് കഴിഞ്ഞു ഞാനപ്പോ ഇതിന് ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ട് കാണിക്കണേ ഞാൻ പറയട്ടോ അന്ന് എന്റെ തലൊന്നും ഞാനിത് കാണിക്കാം എന്റെ കൂടെ വന്നായിരുന്നു വലിക്കാണ് നോക്കോ എന്റെ മുഖം മൊത്തം നീരാ രണ്ട് സൈഡിക്ക് രണ്ട് സൈഡും വേന എടുത്തോണ്ടിരിക്കും ഇവിടെ ഒക്കെ തല വേന എടുത്തിട്ടിരിക്കണം ഞാൻ മുഖം വേന എടുത്തിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല ഈ രണ്ട് കണ്ണിന്റെ എന്ത് ഇവിടെ ഈ ബാഗ് രണ്ടും നീരാ ഇങ്ങനെ തൂങ്ങി കിടന്ന് ഇവിടെ ഇവിടം തൊട്ട് ഫുള്ള് നീരല്ലേ ഈ വേദനയുള്ള കുറെ താടി എനിക്ക് ചിരിക്കാൻ പറ്റില്ല ചിരിക്കുമ്പോ ഇവിടെ തടയാൻ പറ്റും നീര് ഇവിടെ എത്തിയണ്ടാ ആ അതാ പറഞ്ഞേ കവള് തടയാ നീര് കാരണം ചായ മാറി മറ്റേ നമ്മുടെ എനിക്ക് പേടിയുള്ള മറ്റേ മാസം പോലെ നോക്കും ഞാൻ മനസ്സിലാക്കാറ ഇവിടെ നീരുണ്ട് ഇവിടെ അല്ല ഇവിടെ ഉണ്ട് ഇവിടെ തൊട്ട് ഈ സൈഡ് ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടാ ഒന്നും കൊണ്ടിട്ടില്ല ഞാൻ കാലത്ത് ഉറങ്ങേണീറ്റപ്പോ ഇങ്ങനെയാ ആ അങ്ങനത്തെ അല്ല അതാ ഉള്ളി കയറിയിട്ട് അതല്ല പാമ്പിനെയല്ല ഞാൻ പറയാ അല്ല 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 അതൊന്ന് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കടയില്ല എവിടെങ്കിലൊക്കെ പഴുതാരോ അല്ലെങ്കിൽ എന്തെങ്കിലും കുത്തിയ ഭാഗം വെച്ചാൽ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് വേന ഉണ്ടാവുമല്ലോ ഇത് മൊത്തം നീരും കഴക്കിയ മുഖല്ലേ മൊത്തം വേദന എടുക്ക തല ഇവിടെ ചൂടാ മൊത്തം അമ്മജീനെയാ എല്ലായിടത്തും ഉമ്മ നോക്ക് ആദ്യം ചാലി ആ പറഞ്ഞതേ ചെയ്യുള്ളൂ മോന്റെ മേത്തിക്ക് ചേട്ടന്റെ കൈ നമ്മുടെ കൂടെ ഇല്ലാത്ത ഭർത്തർക്ക് ഞങ്ങൾ സമ്മാനമൊക്കെ മേടിച്ചു അങ്ങനെ പറയല്ലേ ഉണ്ടല്ലോ കൂടെ അല്ലെ പോടാ സന്തോഷ ജന്മദിനം കൈ മടങ്ങിയ എന്നാ ചിമ്പൂന് കൈ മടങ്ങി ജന്മദിന ഇത് അടി ഇവിടല്ല കണ്ണ ഇട്ടിട്ട് ഓ കവർ കീറല്ലേ കാണിച്ചു കൊടുക്കോ Close your eyes, yeah. മുകളില് ഓപ്പൺ ആയിട്ട് കേട്ടോ ഓപ്പൺ ആയിട്ട് അവിടെ ഇടാൻ പറ്റില്ല ഇടണ്ട അവിടെ ആണല്ലോ ഇത് അഡീഷണൽ അത് മാക്സ് ചെയ്യാ താങ്ക് യു അപ്പുന്റെ സൂപ്പർ ഡ്രൈ അപ്പുന്റെ സൂപ്പർ ഡ്രൈ അപ്പുന്റെ സൂപ്പർ ഡ്രൈ അതിലിട്
പെറ്റിക്കോട്ടിലാണോ? നല്ല പെൺകുട്ടിയായി. പെൺകുട്ടീനെ ഞാൻ മുടി കെട്ടിച്ചിട്ടുണ്ടായി അപ്പഴേ ഉച്ചയ്ക്ക് അതിന് കിടക്കണ്ട നേരം പിന്നെ കൈകളാവിന്റെ കഴുത്താകുമ്പോ വെറൈറ്റി ഉണ്ട് പണ്ടത്തെ അയ്യോ കൊച്ചുറങ്ങി കൊച്ചുറങ്ങി. അവനെല്ലാം അറിയാം. ഇഷ്ടായ കളറ് എടുത്തേക്ക് വെക്ക് നേരെ വേണ്ട ഞങ്ങള് പോവാ. എണീക്കപ്പോ അപ്പൊ അപ്പനും മക്കളും കൂടി മുടി വെട്ടാൻ പോയി സുന്ദരന്മാരാവാൻ പോവാണ്. ആദിസ് ബേബി എന്താവും അറിയില്ല. അപ്പൂസ് പറയാൻ വെയിറ്റ് ചെയ്തിരുന്നു ഞങ്ങള്. അല്ലേ അപ്പൂസേ? പടയായിട്ടുള്ള മനുഷ്യർക്കാനായിട്ട് പോയോ? ഇതെങ്ങനെ ഇതെടുത്ത് വെച്ചിരിക്കണത്? ചാലി 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 ഇവിടെ കേൾക്കില്ല. ടാറ്റാ ബൈ ബൈ. ഇവിടെ അടുത്തന്നെ മോനെ അവിടെ നീയാണോ ഉറങ്ങിയ? ഉണ്ണി കരഞ്ഞ? പോണില്ലല്ലേ? ബെസ്റ്റ്. ഇനി പോവാണോ? അല്ല ഇത് മതി. ഇതാണ് സ്റ്റൈല്. ആ ഫ്രണ്ടിൽ അങ്ങനെ വേണം. ഞാൻ പേടിച്ചിട്ട് പ്രാർത്ഥിച്ച പറഞ്ഞു ഇതങ്ങനെ പോകുന്നു. മോനെ എന്താന്ന് ഗൈസ് മുടി വെട്ടി ഗൈസ്. ചേട്ടന്റെ കൂടെ മുടി വെട്ടി ഗൈസ്. വെട്ടിക്കോട്ടാ കണ്ണിരിക്കും ഒരു മുടി ഗൈസ് ഗൈസ് പപ്പോട് പറഞ്ഞ മുടി വെട്ടിന് എടാ മുടി വെട്ടി പയ്യ. ആ സുന്ദരിയായ നീ വെട്ടില്ലേ? കണ്ണിന്റെ നീരേ കാണുന്നു. അന്നത് മാത്രല്ല എനിക്ക് ഇതിലൊക്കെ വേനെടുത്തോണ്ടിരിക്കുക. ഇവിടെ ചുവപ്പൊന്നുമല്ലോ. നീലച്ചൂടെ ഇത് ഡോക്ടറാണ്.